ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ് മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ ഓട്ടോയിൽ ഒരു DRL ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് മാസ്ക് എല്ലാം ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ഊരി നോക്കണം, നമ്മുടെ ഓട്ടോയുടെ എങ്ങനെയാണ് ഷേപ്പ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഹെഡ്ലൈറ്റ് മാസ്ക് നമ്മൾ രണ്ടെണ്ണം ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ DRL വേണ്ടത്. DRL നമ്മളൊരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതായിട്ട് ഫോം ഷീറ്റ് വേണ്ടി വരും. ഫോം ഷീറ്റ് ഒരു ചെറിയ പീസ് മതി, ഒത്തിരി പോർഷനൊന്നും വേണ്ട. പിന്നെ ഫ്ലെക്സ് ക്യൂബും MC-ലും. നമ്മളടുത്തായിട്ട് നമ്മൾ ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്യേണ്ട ഒരു ഷേപ്പ് നമ്മൾ ആദ്യം വെച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ DRL ഷേപ്പ് ഇരിക്കേണ്ട എങ്ങനെയാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ പേപ്പറിന്ന് വെച്ച് ജസ്റ്റ് മാർക്ക് എടുക്കുക. ജസ്റ്റ് ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് കട്ട് ചെയ്ത് ഷേപ്പ് എടുത്തിട്ട് ഫോം ഷീറ്റ് വെച്ച് വെട്ടുക. നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഫോം ഷീറ്റ് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, 2 പീസ് 2 സൈഡിലോട്ടുള്ള. അപ്പം നെക്സ്റ്റ് നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഗ്യാപ്പ് വരാതെ വെട്ടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യൂബ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ DRL ഒന്ന് വെച്ച് നോക്കുകയാണ് മേളിൽ ടോപ്പിൽ. അതിൻ്റെ ആ ഡിസൈൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഡിസൈനാണ്. ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് എടുക്കാം. അപ്പോൾ അതായിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് DRLൻ്റെ 2 വയേഴ്സ് വരും. അത് നമ്മൾ ഹെഡ്ലൈറ്റ് മാസ്കിൽ ഹോൾഡ് ഇട്ടിട്ട് അകത്തോട്ടെടുത്തേക്കാണ്. നമ്മളത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തെളിച്ച് നോക്കുവാണ് ഇപ്പോൾ വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. DRL ടോപ്പ് പോർഷൻ നമ്മൾ വെച്ചു, വൈറ്റ് ഭാഗം. നമ്മൾ വൈറ്റ് മേളിലും റെഡ് താഴെയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് വണ്ടിയിൽ മാസ്ക് കയറ്റി വെച്ചിട്ട് വേണം നോക്കാൻ. അതായത് ഇപ്പം അtul ഓട്ടോയുടെ ഹെഡ്ലൈറ്റിന് ചിലപ്പോൾ ബഡ്ജിങ് ഒക്കെ ഇച്ചിരി കൂടുതൽ കാണും. അപ്പം ഓരോ ഓട്ടോയുടെ അനുസരിച്ച് മാറ്റം വരും. അപ്പം നമ്മളിത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് അവത്തെ വെച്ച് തന്നെ ഒട്ടിച്ചാൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മളത് എടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ആംഗിൾ നിൽക്കുള്ളൂ. അല്ലെ ചിലപ്പോൾ നമുക്ക് അത് ഹെഡ്ലൈറ്റിൻ്റെ ആ തള്ളൽ വരുമ്പോഴത്തേനും ചിലപ്പോൾ ചാടിപ്പോലുള്ള അവസ്ഥ ഉണ്ടാകും. നമ്മൾ ഇപ്പം പുറമേ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ MC-യിൽ വെച്ചുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ MC-യിൽ നമ്മൾ എടുത്തിട്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് പെയിൻറ്റ് ചെയ്യുകയോ ഗ്രാഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഹെഡ്ലൈറ്റ് വെച്ച് തന്നെ നോക്കുകയാണ്. അതായത് ഈ ഫോം ഷീറ്റിന് ഇരിക്കുന്ന പ്ലേസ്മെൻറ്റും ഈ ഹെഡ്ലൈറ്റിൻ്റെ ബഡ്ജിങ് കൂടെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഇരിക്കില്ല, സീറ്റ് ആകില്ല. അപ്പോൾ നമ്മളതൊന്ന് വെച്ച് നോക്കിയിട്ട് MC-യിൽ അത് വെക്കുകയാണ്. അതിപ്പോൾ MC-യിൽ തന്നെ എടുക്കുന്നതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പുട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിനുക്കുക. നമ്മളിത് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അത് ഒരു സ്റ്റേക്ക് വേണ്ടി വെച്ചാണ്. ഇപ്പോൾ ഇത് ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കും. MC-യിൽ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള MC-യിൽ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിന്ന് സാൻഡ് പേപ്പർ വെച്ചൊന്ന് മിനുക്കി കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റിക്കർ ചെയ്യാനായിട്ട്. സ്റ്റിക്കറോ പെയിൻറ്റോ. ഇതിൻ്റെ കണക്ഷൻ്റെ ആവശ്യമായിട്ട് നമുക്കൊരു സ്വിച്ച് വേണ്ടി വരും. 12 വോൾട്ട് വരുന്ന സ്വിച്ച്, പിന്നെ ഇച്ചിരി വയറും. അത് എക്സ്ട്രാ ആയിട്ട് തെളിക്കുന്ന പോലെ വെക്കാനായിട്ടാണ്. ഇതിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഇതിൻ്റെ ഒരു മൊബൈൽ ചാർജർ കത്ത് വരുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവ് നമ്മൾ എടുത്തിട്ട് നെഗറ്റീവ് ബോഡിയെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പോസിറ്റീവ് മാത്രം നമ്മൾ ആ പോസിറ്റീവിലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പം ഓരോരുത്തര ചോയ്സ് പോലെ കൊടുക്കാം, അങ്ങനെ ചെയ്യണമെന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഇതൊരു റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഡാഷ് ബോർഡിൻ്റെ അവിടെ ഹോൾ ഇട്ടാലും വെക്കാം. ഇതുപോലെ സ്ക്രൂ ഉള്ളൊരു സ്വിച്ച് മേടിച്ചാൽ മതി, എളുപ്പമായിരിക്കും വെക്കാനായിട്ട്.
അപ്പോൾ ഇത് നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. നമ്മുടെ വയറിങ് ഒത്തിരി ടാങ്കിളായിട്ട് നടക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി നിൽക്കാവുന്ന കേസുള്ളൂ. 2-5 പേരെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ആ മാസ്ക് ഒന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം.